അപ്പോൾ നമ്മൾ പോകണമെന്ന് ഒരു വിൽക്കാനുള്ളൊരു സ്ഥലമുണ്ട്, അത് നോക്കിയിട്ടാണ് ഒന്ന് പോയൊക്കെ. സ്ഥലം ഏകദേശം പറഞ്ഞ ഇത് വിട്ടുണ്ട്. താമസിക്കണോ? ആ അതങ്ങനെ ഇപ്പം നമ്മളൊരു 10 സെൻറ്റ് കൊടുത്തതാണ് ഒരു വീട് ഇരിക്കുന്നത്. ആ തേക്കില്ലേ, ആ തേക്കിന് അത്ര കയ്യാലും ഈ വീടിൻ്റെ ആ 10 സെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചതുരമായിട്ടങ്ങ് വരും. അതായത് ആ സൈഡ് വിട്ട് അങ്ങനെ അങ്ങ് പോകും. അത് ഇങ്ങനെ അല്ലേ? കറക്റ്റ് ഒരു ചതുര പീസ് ആ വീടിൻ്റെ ആ ഒരു 10 സെൻറ്റ് മാത്രമേ കൊടുത്തുള്ളൂ. ചില കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ ഒരു വീടും കൂടി അത് നേരെ അല്ലേ? അതിപ്പോ റിസോർട്ടായി. അത് വേറെ ഇത് ഓരോ റൂമിലും കൊടുത്തിരിക്കുക. നിങ്ങൾ പറഞ്ഞു ഇന്നലെ ഒരു 1-2 മണിവരെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ കിണറ് വരുന്നത് ഈ സൈഡിലെ ചെറിയ അത്രയും മതിയില്ലേ? ആ വീടിൻ്റെ ഉണ്ട് അവിടെ ആ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറം ആ തെങ്ങില്ലേ, അതങ്ങോട്ട് ഇങ്ങനെ ഇത് ഞങ്ങൾ റോഡ് അതിലേക്ക് വെക്കുക. പിന്നെ ബാക്കിയൊക്കെ റബ്ബർ തന്നെയാ? ഇവിടം വരെ അല്ല റബ്ബറുണ്ട്, കൊക്കോ, തെങ്ങ്, പിന്നെ തൊടി കാപ്പി അങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിട്ടില്ല. ടോട്ടൽ 2.5 സത്യം പറഞ്ഞാൽ 2.5 അതിൽ 10 സെൻറ്റ് അവിടെ പോയിട്ടുണ്ട്. ബാക്കിയുള്ള അതൊക്കെ താഴെ പറയാനുള്ള രാവിലെ ഒന്നും ഉണ്ടാവില്ലേ? അതൊക്കെ കയറിയാലേ വന്നാ കാണാ. ഇതിപ്പോ 2 ആധാർ 2 ബൈക്കാണോ? സൈഡ് ചേട്ടൻ്റെ ജടമുള്ളിന്ന് 2ആയിട്ട് വേണ്ടി മേടിച്ചിട്ടുണ്ട്. ആ വീടിരിക്കുന്ന ഒരു 10 സെൻറ്റായിട്ട് വേറൊരു ആധാരം വെച്ചിട്ടുണ്ട്. നമുക്ക് ടാക്സ് ഒന്ന് ചെയ്യാൻ വേണ്ടി അങ്ങനെ വേണ്ടിയിട്ട് ജടമുള്ളിൻ്റെ പേര് തന്നെ ഇതിന് ഒരു എല്ലാം കൊക്കോയും റബ്ബറും തെങ്ങുമാണ്. പിന്നെ ഇതൊക്കെ കഴിക്കാൻ നന്നായിട്ടുണ്ട്. തെങ്ങ് കഴിച്ച് പോയതാണ്. റബ്ബർ എടുക്കാൻ തുടങ്ങിയോ? റബ്ബർ ഈ മഴക്കാലം ഇപ്പം മഴക്കാലം പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ വെട്ടുന്നില്ല. അത് ബുദ്ധിമുട്ടാണ്. അത് വെട്ടുകാറുണ്ട് ചെയ്തിട്ട്. മോട്ടറിന് വേണ്ടിട്ടോ? ഇത് ഇവിടെ വീടുണ്ടായതുകൊണ്ട് നമ്മൾ അടിയിലെ വിളിക്കുന്ന കഴിഞ്ഞാൽ നിൽക്കുവാണെങ്കിൽ എല്ലാം അതിനകത്തും കമ്പി വേലി കിട്ടുന്നുണ്ട്. ബൗണ്ടറിയില്ലേ? ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന റബ്ബറല്ല നമ്മളാണ്
നടുവിൽ റോഡ് കിട്ടുക മാത്രമാണ്. ഇതിനിപ്പം ആ ഭാഗത്തൊക്കെ ഇറങ്ങാൻ വഴിയുണ്ട് അതിൻ്റെ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡില്ല, ഈ വയനാട് ചിപ്പിലിത്തോട് റോഡിൻ്റെ മേൽഭാഗം ഇത്. റോഡിന് അങ്ങോട്ട് നമുക്ക് സ്ഥലമില്ല. നമുക്ക് ആ മരമില്ലേ, ആ മരം കൊണ്ട് നമ്മുടെ സ്ഥലം അവിടെ നിൽക്കുകയായിരുന്നു. ആ 10 സെൻറ്റ് നിങ്ങൾ കൊടുത്തത് ഇവിടെ ഉള്ള അല്ല ഞങ്ങളിപ്പോൾ താമസം ഞങ്ങൾ മുടുത്തോളയിൽ എടുത്ത് പോരും. ഇവർ വന്നില്ലേ, പോര് വന്നില്ലേ? ആ ദേവഗിരി അവിടെ ഇതില്ലേ? ക്ലിയറാണ്. പിന്നെ റബ്ബർ നമ്മൾ 1000 വെച്ചത് 700 കിട്ടുന്നുണ്ട്. 800 സംതിങ് ഉണ്ട് ടോട്ടലോ? ആ, ഈ ചില്ലറ ഉണ്ട് ഇപ്പോൾ കിട്ടുന്നത്. അവിടുന്ന് പിന്നെ അങ്ങനെ പോകും. പിന്നെ ഇതേ അത്ര തന്നെ താഴേക്കുള്ള അത്ര തന്നെ അവിടെ അത് മോട്ടറിനുള്ള അല്ല, അത് നമ്മൾ ചുമ്മാ ഇതിൻ്റെ വഴിക്കുണ്ടായിരുന്നു. ഞാൻ ട്രിവാൻഡ്രം അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയല്ല നമ്മൾ സ്വന്തം പരിപാടി. പിന്നെ അതൊക്കെ ഒന്നും നോക്കില്ലാതാണ്. ഇതിപ്പം റിസോർട്ട് 15 രൂപയ്ക്ക് മാസം ടീമിന് വേണ്ടി തിരുവമ്പാടി ടീമിനായിരുന്നു. ആദ്യമേ കോഴിക്കോട് ടീമായിരുന്നു. ഇവരുടെ തന്നെയായിരുന്നു, വേറെ ടീമിൻ്റെ കയ്യിലായിരുന്നേ. അവരുടെ കയ്യിൽ നിന്ന് എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ടീം എഗ്രിമെന്റ് എഴുതി. ഇപ്പോൾ ഉള്ളൊരു കോഴിക്കോട് ഇപ്പോൾ ഉള്ളത് തിരുവമ്പാടി. മറ്റേത് കോഴിക്കോട് മറ്റേ ബേപ്പൂർ ആ സൈഡുള്ള ആദ്യം ഉണ്ടായിരുന്നേ. അതിന് മുമ്പ് നമ്മൾ മാഷ് പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതിന് മുമ്പ് നമ്മൾ കൊടുക്കുമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് നോക്കാനുള്ള ഒരു സൗകര്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ കയറിയിട്ട് 2 വർഷമായിരുന്നു. എൻ്റെ വൈഫും അതെ അവരാണ് കച്ചവടം നമ്മൾ അവിടെ നമ്മൾ വന്ന റോഡാണ്. നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വയനാട് 2ാം വളവിലേക്കുള്ള റോഡാണ്. അതിലേക്ക് ഈ ഭാഗമല്ലേ കാണുന്നത്? അങ്ങനെ അല്ല, ചുരം കയറുന്നത് ഇതിൻ്റെ അപ്പുറം മറവ, ചുരം മറവ. ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ചുരത്തിലേക്ക് 5 കിലോമീറ്റർ ഉണ്ട് 2ാം വളവിലേക്ക്. നല്ല റോഡ്. അങ്ങനെ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് വരും. പിന്നെ അവിടെ ആ വെള്ള ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് കാണാം. അത് നോർത്ത് സിറ്റി ആയിരുന്നു. മറ്റേ അടിവാരത്തുള്ള കഴിഞ്ഞാൽ നല്ല വെളിച്ചം വെട്ടമെല്ലാം ഉണ്ട് അവിടെ. അതെല്ലാം അവിടെ ആയിരുന്നു. നമ്മൾ എഗ്രിമെന്റ് ഒന്നാമത് കഴിഞ്ഞില്ല. അവർ ഇനി ഇതിനകത്ത് വന്ന് പണിയാണ് സംഭവം. എല്ലാം ഉണ്ട്, മോടി പിടിക്കാൻ അങ്ങനെയുണ്ട്. അതിനൊരു ചെറിയൊരു ഈ വീടും ഇച്ചിരി സ്ഥലമായിട്ട് കൊടുക്കുക. നമ്മളെ റെയിൽ കൊടുക്കുക എന്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒന്ന് പിസാചേരിയാണ്. പിന്നെ അതൊക്കെ ആൾക്കാർ വീട്ടിടാൻ വേണ്ടി അങ്ങനെ ഓരോരുത്തർ വന്ന് താമസിച്ച് പോകുമ്പോൾ ഇതിപ്പം കൊടുത്തോണ്ട് ഒരു മാസമായിട്ട് അത് കയറി നോക്കോട്ടോ അങ്ങോട്ട്.
എത്ര ഏക്കറാണ് നടക്കുന്നത് ചെയ്യാൻ? പോവാ. അവിടെ കൊടുക്കും വേണമല്ലോ.